പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് കൺമണിയെ സഹായിക്കുന്നതിനായി ക്രിഷ് ശ്രമിക്കുന്നു. പക്ഷേ അവിടേക്ക് കയറി വരുന്ന വരുൺ ക്രിഷിനോട് നിന്റെ സഹായം വേണ്ട, അവളെ സഹായിക്കുന്നതിനായി അവളുടെ ഭർത്താവായ ഞാനിവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും ഞങ്ങളുടെ വിവാഹം ഉടൻ തന്നെ കഴിയും എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് അവളെയും കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന ക്രിഷ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. കൺമണിയെ വരുൺ കൊണ്ടുപോകുന്നത് കാണുമ്പോഴാണ് കൺമണിയോടുള്ള തൻ്റെ മനസ്സിലെ ആ അടുപ്പം ക്രിഷ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, താൻ കിട്ടിയ താലി ഇപ്പോഴും കൺമണിയുടെ കഴുത്തിലുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തണം എന്നുള്ള ചിന്ത കടന്നു വരികയും ചെയ്യുന്നു. കൺമണി വരുണിൻ്റെതല്ല, മറിച്ച് എൻ്റേതാണ് എന്നുള്ള ഉറപ്പ് ഇതേ തുടർന്ന് മനസ്സിൽ തോന്നി തുടങ്ങുകയും ചെയ്യുന്നു. ഒടുവിൽ എന്തെങ്കിലും കാര്യം ഇതിനു വേണ്ടി ചെയ്യണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ക്രിഷ്. ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് വരുണിൻ്റെ കൂടെ കൺമണി പോവുകയും അവിടെ വെച്ച് ഡോക്ടർ ഉറക്കം കിട്ടാതെ പണിയെടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും 2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറും കാര്യങ്ങൾ എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതോടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന വരുൺ മെഡിസിനും വാങ്ങിച്ചു കൊടുക്കുകയാണ്. കൺമണി നന്നായി റെസ്റ്റ് എടുത്താൽ മാത്രം മതി, എന്ത് ആവശ്യമുണ്ട് എങ്കിലും എന്നെ വിളിക്കാൻ മടിക്കേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൺമണി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ സഹായിക്കുന്നതിനായി ക്രിഷ് വന്നത്. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണി ക്രിഷ് തൻ്റെ ഓഫീസിലെ കൊളീഗാണ്, അതുകൊണ്ടാണ് അദ്ദേഹം വന്നത്, അല്ലാതെ ഒന്നുമല്ല എന്ന് കൺമണി തുറന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ക്രിഷിൻ്റെ ഇടപെടൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നതിനായി ഇവിടേക്ക് വരേണ്ട ആവശ്യം അയാൾക്ക് എന്താണ് എന്നും നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ഞാൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞാനുള്ളപ്പോൾ മറ്റൊരാൾ നിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ഇതൊക്കെ കണ്ടാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വരുൺ. പക്ഷേ തനിക്കിപ്പോൾ തല്ലുകൂടാൻ പറ്റിയ ഒരു അവസ്ഥ അല്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഒടുവിൽ വരുൺ തിരികെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കിയിരിക്കുകയാണ് കൺമണിയെ. നല്ലോണം റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ സമയം തിരികെ ഓഫീസിലേക്ക് എത്തിയ കൃഷിന് യാതൊരു സമാധാനവും കിട്ടുന്നില്ല. കൺമണിക്ക് എന്താണ് പറ്റിയിട്ടുണ്ടാവുക, അവൾ ഓക്കെ ആയിരിക്കുകയില്ലേ എന്നുള്ള സംശയവും മനസ്സിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ഫോൺ ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി വീണ്ടും തീരുമാനമെടുക്കുകയാണ്. വീണ്ടും ഫോൺ ചെയ്ത് കൺമണിയോട് ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് ക്രിഷ് ചോദിക്കുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പറഞ്ഞാൽ മതി എന്നും ഉടൻ തന്നെ സഹായിക്കുന്നതിനായി ഞങ്ങൾ അവിടേക്ക് വരാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യം ഇല്ല ക്രിഷ് സാർ, ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് കൺമണി വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ കൺമണിയുടെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് കൃഷിനാണെങ്കിൽ യാതൊരു സമാധാനവും ലഭിക്കുന്നില്ല. ഇതിനിടയിൽ കൃഷിൻ്റെ ഈ അവസ്ഥ കാണാൻ ഇടയാകുന്ന മാനസ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. കൃഷിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ, ഉണ്ടെങ്കിൽ പറയണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇല്ല എന്ന് പറയുന്ന കൃഷ് ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് എന്ന്
അറിയിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പക്ഷേ വീട്ടിലെത്തിയിട്ടും കൃഷിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് കൃപ. ഇതോടെ എന്താ കൃഷെ വീണ്ടും ചേച്ചിയുമായി അടിയുണ്ടാക്കിയോ? അതുകൊണ്ടാണോ ഇങ്ങനെ അസ്വസ്ഥനായി നടക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതൊന്നുമല്ല കാര്യം എന്ന് വ്യക്തമാക്കുന്ന കൃഷ് അനാവശ്യമായി നീ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പോകാൻ തീരുമാനമെടുക്കുകയാണ്. കൺമണിക്ക് തീരെ വയ്യ, ആ കാര്യം നീ അറിഞ്ഞില്ലേ എന്ന് ഇതേ തുടർന്ന് കൃപയോട് കൃഷ് ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്ന കൃപ ഉടൻ തന്നെ കൺമണി ചേച്ചിയെ വിളിച്ച് കാര്യങ്ങൾ ഞാൻ തിരക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ആ വേഗം ചോദിക്കി എന്ന് കൃഷ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൃഷിന്റെ ഈ മാറ്റം കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃപ കൺമണിയുടെ കാര്യത്തിൽ കൃഷിന് എന്താണ് ഇത്ര ക്യൂരിയോസിറ്റി എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന കൃഷ് എനിക്കൊരു ക്യൂരിയോസിറ്റിയുമില്ല, ഞാൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം, അല്ലാതെ എനിക്കെന്താണ്, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും പിറ്റേന്ന് കൺമണിയെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നതിനായി അവളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടേക്ക് കാലത്ത് തന്നെ എത്തുകയാണ് വരുൺ. കൺമണിയെ ഞാൻ കൊണ്ടുവിടാം എന്ന് വ്യക്തമാക്കുന്ന വരുൺ യാതൊരു വിധത്തിലും അവൾക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് മനോജ് കൺമണിയുടെ അവസ്ഥയെ പറ്റി അറിയാനിടയാകുന്നത്. ഇതോടെ കൺമണിയോട് നന്നായി റെസ്റ്റ് എടുക്കാൻ മനോജ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.